കഷ്ടമാണ്. ഇന്നലെ മേടിച്ച സാരിയാ എലി കരണ്ടി വെച്ചിരിക്കുക. ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴാ ഒരു മുറി തേങ്ങയാണ് എലി കരണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ച ബെഡ്ഷീറ്റ് നോക്കിയാ എലി കരണ്ടി വെച്ചിരിക്കുക. നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ മനുഷ്യ? ഈ മാസം നല്ലൊരു കറണ്ട് ബില്ല് വരും. ഓ ഇങ്ങനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്ഥിരം ജീവിയുടെ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാം. എന്ത് ജീവി? സ്ഥിരം ജീവി. സ്ഥിരം ജീവി അല്ലടി, ചിരഞ്ജീവി. എന്ത് ജീവിയാണെങ്കിലും നമുക്കൊന്ന് പോയി കാണാം. എത്ര നാളെ ഒരു സിനിമ കണ്ടിട്ട്. എന്റെ കാശില്ല. അല്ലെങ്കിൽ പോട്ടെ, എന്റെ അനിയത്തിയുടെ കല്യാണം അല്ലേ അടുത്ത ആഴ്ച. നമുക്ക് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആ സിനിമയും കൂടെ കണ്ടിട്ട് വരാം. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാനില്ല, പോയാ മതി. അനിയത്തിയുടെ കല്യാണത്തിന് ചേട്ടൻ വരുന്നില്ലേ? അതെന്താ ഇങ്ങനെ പറയണേ? ചേട്ടൻ വരാതെ ഞാൻ എങ്ങനെ അനിയത്തിയുടെ കല്യാണത്തിന് പോണത്? ഞാൻ വരണില്ല, അങ്ങ് പോയാ മതി. അതെന്ത് വർത്താനമായത്? ചേട്ടൻ ഇല്ലാതെ ഞാൻ അവിടെ ചെന്ന് എല്ലാരും ചോദിക്കൂലേ ചേട്ടൻ എന്താ വരാത്ത? ഞാൻ ചത്തുപോയിന്ന് പറ. അതെന്ത് ഇന്ത് ഇങ്ങനെ പറയണത്? വന്നേ പറ്റുള്ളൂ. എടി അവക്ക് ഭയങ്കര അഹങ്കാരം, അറിയാമോ? രാവിലെ തുടങ്ങിയ രണ്ടും കൂടി. നീ കേക്ക്. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ഇങ്ങനെ കല്യാണത്തിന് വരികയെന്നാ പറയുന്നത്. ഇത് എന്താ ഇവിടുത്തെ ന്യായമാണ്? ഇത് എന്താ ചേട്ടാ എന്ന് ഇതാണ് ഈ ഇപ്പൊ നോക്കിയാലും നിങ്ങൾക്ക് രണ്ടും കൂടി തല്ലുപിടുത്തുള്ളത്. എടാ എനിക്ക് കല്യാണത്തിന് പോകാൻ സൗകര്യമില്ല, ഞാൻ പോവില്ല. ചേട്ടൻ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ ചേട്ടൻ പോകണം, അതൊക്കെ മോശമാണ്. നീ ഇതിൽ ഇടപെടരുത്. ഞാൻ പോണില്ല എന്ന് പറഞ്ഞാൽ പോണില്ല. എനിക്കിതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളതാണ്. നിങ്ങൾ വരാത്ത കാര്യം എന്താന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, അവക്ക് ഭയങ്കര അഹങ്കാരമൊന്നേ, ഞാൻ മന്നില്ല. ചേട്ടൻ പോ ചേട്ടാ. എന്താ ഇത്? എന്ത് ബഹളം ഇത്? അവിടെ റോഡിൽ എനിക്ക് അവിടെ കേൾക്കാന്നേ. എന്താ ചേട്ടാ ഇത്? ചേട്ടൻ കല്യാണത്തിന് പോണം, അതാണ് എന്റെ ശരി. ഇവളുടെ അനിയത്തിയുടെ കല്യാണം എനിക്ക് പോകാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു, ഞാൻ പോണില്ല. നേരത്തെ വന്നേക്കണു വക്കാലത്ത് പിടിക്കും. വക്കാലത്ത് പിടിക്കാൻ വന്നതല്ല, ഞാൻ പറഞ്ഞ എന്താണ്, ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പോണം. എന്നെ വിളിക്കാത്തോണ്ടല്ല ഞാൻ വന്നേ. അതെ, പുള്ളിക്ക് താല്പര്യത്തിലേക്ക് പോകേണ്ടവർ നമ്മളല്ല. അതല്ല രമേശ, ഞാൻ പറഞ്ഞ എന്താന്നറിയാമോ, ഇപ്പൊ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വിളിക്കുമ്പോ ചേട്ടൻ പോകണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്താ അവര് തമ്മിൽ നീരസം കാണുന്നു? അങ്ങനെ ഞാൻ പോണില്ല, എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ. അല്ല ഞാൻ കല്യാണത്തിന് പോണം ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെ? ചേട്ടന് താല്പര്യമില്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് ചേട്ടൻ പോകണ്ട, പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ രമേശ് പറഞ്ഞോട്, കല്യാണത്തിന് പോകണം, ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ പോകണം. രമേശൻ അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്, മോശം. എന്റെ സുഹൃത്ത്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങേർക്ക് പോകാൻ താല്പര്യമില്ല പിന്നെ പുള്ളി എന്തിനാ വെറുതെ പോണത്? അതിന്റെ ആവശ്യമുണ്ടോ? ഈ ചേച്ചിയുടെ തങ്കപ്പെട്ട മനസ്സുള്ള ഈ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം, അപ്പൊ അതിന് പോണം, അതാണ് ഞാൻ പറയണത്. ഇല്ല, പുള്ളിക്ക് താല്പര്യമില്ല പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ. അങ്ങനെ പറയരുത്, അത് അങ്ങനെ പറയരുതെന്ന് പറയാൻ പിന്നെ അങ്ങനെ പറയണം. ഞാൻ ലൗഡ് സ്പീക്കർ വെച്ച് പറയണം, അങ്ങനെ പറയരുതെന്ന് പറയാനായിട്ട്. ഞാൻ അങ്ങനെ അല്ലല്ലോ നിന്നോട്. അങ്ങനെ പറയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ മുമ്പിൽ? അല്ല, പുള്ളിയുടെ ഒരു ശരിയായ കാര്യം പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി. പുള്ളിക്ക് താല്പര്യമില്ല, അത് തന്നെ, അത്രേ ഉള്ളൂ. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യമില്ല. ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്കാരൻ പോകണം, ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുക്കും. ചേട്ടൻ പോകണ്ട, ചേട്ടൻ പോണം. ചേട്ടാ അറിയോ? ചേട്ടൻ പോണില്ല. എന്തിനു പോണില്ല? നീ എന്താ ഈ പറഞ്ഞത്? നീ എന്താ ഈ പറയണത്? എന്ത്? ഞാൻ നിന്നോട് ചേട്ടൻ ആ പുള്ളിയുടെ അനിയത്തിയുടെ ഭാര്യയുടെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളി പോണില്ല. അത്രേ ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളി പോണില്ല. പോണില്ല. നീ എന്റെ ദേഹത്തോട്ട് കളിക്കണപ്പാ, അതിന് കുഴപ്പമില്ലേ? നീ വേഷം കെട്ടെടുത്ത് അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളി പോകണമെന്ന് പുള്ളി തീരുമാനിക്കും, നീ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പുള്ളി പോണില്ല. ആ പുള്ളി പോകും. പോണില്ലടാ, പുള്ളി പോകില്ല. അതെ 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 അതെ, നിർത്ത്. എന്താ ഇത്? കൊച്ചു പിള്ളേരെ അതല്ലല്ല, പോണോന്ന് പറഞ്ഞാ പോണോ, അതാണ്. പിന്നെ പോകണ്ടെന്നും പറഞ്ഞു കൊടുക്കണല്ലോ എന്താ അർത്ഥം? എനിക്ക് ദേഷ്യം കയറി ഞാൻ ഇടിച്ചു പോറിയാണ്ട്, അതെന്തോ അങ്ങനെ ആയി പോയി. പണ്ട് പോലെ ആ ബ്ലാക്ക് ബെൽറ്റ് കരാട്ട പഠിച്ചതിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്താടാ ഇത്? വെറുതെ മോശമല്ലേ? ദിവസം 3 നേരം കണ്ട ആൾക്കാർ തമ്മില് വല്ലവന്റെ മുമ്പിൽ കിടന്നു. അല്ല, ഞാൻ ഈ വേറൊന്നുമല്ല, ചേട്ടൻ കല്യാണത്തിന് എനിക്കും പോണം, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ല, നീയാണ് കൂടുതൽ വർത്താനം പറഞ്ഞത്. നീ എന്റെ താടിക്കിട്ട് തട്ടി എന്റെ ഇവിടെ സെർബിൽ അടിച്ചു പോയി. അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്റെ മെഡിലാമ്പളം കറ്റൊക്കെ ഒരു ഫീൽ ചെയ്തല്ലോ എനിക്ക്. അതിന് കുഴപ്പമില്ല. ആവശ്യമുള്ള കേസാണ് ഇത്, അല്ലേ? നമ്മൾ ചുമ്മാ എനിക്ക് വേറെ സംഭവം. പിന്നെ ഈ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല, പോകണ്ട. അല്ല, ഞാനതുകൊണ്ടാണ് പറഞ്ഞ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം തന്നെ പുള്ളി പോകണില്ലെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും ആ ഒരു റൂൾ അനുസരിച്ച് പോകണം. അല്ലല്ല, വേറെ കേസുണ്ട്. ഇങ്ങനത്തെ ഭാര്യയുടെ അനിയത്തിന് കല്യാണത്തിന് പോകാൻ താല്പര്യമില്ല പോയി. എടാ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭാര്യമാരുടെ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ ശരിക്കും ചേട്ടനാണ് ആ സ്ഥാനത്ത് നിന്ന് നോക്കണം. ഇപ്പൊ നിന്റെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ നോക്കിയാൽ അയൽവക്കക്കാരാണ് ചെയ്യണം, അല്ലല്ലോ? എന്നെ സംഭവം എന്നറിയാം, എന്തെങ്കിലും പോകാത്ത അതുകൊണ്ടാണ്. അല്ല, പുള്ളി പോണോ, അതാണ് ഞാൻ പറഞ്ഞത്. പോണം അത്ര ബലം പിടിച്ച നീ അത് പറയരുത്. പോണം, എന്നാ എനിക്കതൊന്നും കേൾക്കണ്ട. പോണം, അതാണ് അതിന്റെ കറക്റ്റ്. നീ പോടാ. പിന്നെ
വെറുതെ നീ ഈയിടെ എന്ത് പറഞ്ഞ പോണം 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 അതാണ് അത് ശരി. പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളി പോകണ്ട. ചേട്ടൻ പോണം ചേട്ടാ. ചേട്ടൻ പോകണ്ട ചേട്ടാ. പിന്നെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ചേട്ടൻ പോണം ചേട്ടാ, അതല്ല പിന്നെ ചേട്ടൻ പോകണ്ട. ചേട്ടൻ പോ ചേട്ടാ. അതെങ്ങനെയാണ്? ആ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പുള്ളിയുടെ കല്യാണത്തിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ല, ഒരു 1000 തവണ പറഞ്ഞില്ലേ പുള്ളി. അതെന്താ പുള്ളി പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞു പറയിപ്പിക്കാൻ നോക്കണല്ലോ. പുള്ളി പോണില്ല. എന്ത് പുള്ളി പോകും? പിന്നെ ആദ്യമേ എന്റെ ഇവിടെ ഇട്ട് തട്ടി, അത് ഞാൻ ക്ഷമിച്ച്. നീ എടാ ചേച്ചി, ചേച്ചിയുടെ അനിയത്തിന് കല്യാണം നടക്കൂല. അയ്യോ അതെന്താ? അവൾ ആരാണ്ട് കൂടെ ഒളിച്ചോടി പോയി. അയ്യോ. അത് പറയാണ് ഞാൻ വന്നത്. നിന്റെ അല്ല അനിയത്തി. അല്ല ഇവന്മാർക്ക് എന്തിന്റെ ഭ്രാന്തത്? നമുക്ക് പോവാം.